ഞാൻ വിചാരിച്ച് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസും ഡ്രൈ ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അനു പറഞ്ഞല്ലേ ഇവിടെ മറ്റേ ബോംബ് കൊണ്ടിട്ടു നല്ല വൈബാന്ന്. ബോംബ് പോണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംസി അജു. അപ്പോൾ ഇന്നും ഞാൻ കുക്കിങ്ങിൽ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇന്ന് 2 ഷോപ്പും തുറന്നില്ല, എല്ലാവരും വീട്ടിലുണ്ട്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 12:30 മണിയൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് കിട്ടണ ചാൻസ് ഒക്കെ നമ്മൾ മുതലാക്കണമല്ലോ. അപ്പം എന്തായാലും എല്ലാവരും വീട്ടിലുള്ള കാരണം ഞാൻ വിചാരിച്ച് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസും ഡ്രൈ ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് യൂട്യൂബ് റെഫറൻസ് ഒക്കെ നോക്കി, അല്ലാക്കറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമുക്കപ്പോൾ എന്തായാലും കിച്ചണിൽ ചെന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡ്രൈ ചില്ലി ചിക്കൻ ഉണ്ടാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. അതിന് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിക്കാനുള്ള മസാല സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് ചില്ലിയൊക്കെയാണ്. ഇത് പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, കോൺഫ്ലവർ, മൈദ, 2 എഗ് വൈറ്റ്, സോയാ സോസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കണേണ്. പിന്നെ ഇതൊക്കെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ജിഞ്ചർ ഗാർലിക്, ചില്ലി, സവാള, ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിലോട്ട് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഒക്കെ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. ഇനി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി. ചിക്കൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്കൂടെ കറണ്ട് പോയി ഗൈസ്. അപ്പം ഞാനിത് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം. ഡ്രൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ പൊക്കത്ത് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. ഇത് പിന്നെ ഫ്രൈഡ് റൈസിനാണ് കേട്ടോ. ഞാൻ 8 എഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ ഫ്രൈഡ് റൈസിനാണ്. പിന്നെ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് എഗ് സ്ക്രാമ്പിൾ ചെയ്തത്. അതാണ് ഇങ്ങനെ ഇരിക്കണം. ഇതിലോട്ട് ഫസ്റ്റ് ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സോട്ട് ചെയ്ത്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം ഫസ്റ്റ്. അങ്ങനെ ഫൈനലി ഫ്രൈഡ് റൈസും ഡ്രൈ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെജീസിലോട്ട് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഒക്കെ ഒഴിച്ചിട്ട്, പിന്നെ റൈസ്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്, ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നേരത്തെ റൈസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കണമായിരുന്നു. കാരണം കുറച്ച് ഐസ് ആവണം റൈസ്, എന്നാലേ ഇങ്ങനെ വിട്ട് വരുള്ളൂ. പിന്നെ ഇത് മിക്സ് ചെയ്യാനാണ് ഭയങ്കര ടാസ്ക്. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്കിനി ഫുഡ് കഴിക്കാം. ഇപ്പൊ തന്നെ 3:30 മണിയായി. ഇനി നമ്മൾ ഫുഡ് എടുക്കട്ടെ. പാപ്പി, വാപ്പിയുടെ ഫുഡൊക്കെ ഓൾറെഡി കൊടുത്തിട്ടാ. ഇവിടെ എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വാപ്പിക്ക് ഇരുന്നപ്പോ വാപ്പിക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറി ഉമ്മി പൊരിക്കാൻ നിൽക്കണാണ്. ഇവർക്ക് 3 പേർക്കും വിശക്കണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കയറി ഇരിക്കാനാണ്. ഇടക്കിടക്ക് തീർക്കണ്ടോരോന്ന്. എല്ലാരും വരുമ്പോഴത്തേക്കൊന്നും ഉണ്ടാവില്ല എന്നൊന്നാണ്. കണ്ടിട്ട് എന്തോന്നാണ് ഞാൻ ഉണ്ടാക്കിയ സോസാ. പറ, ഫ്രൈഡ് റൈസ് കണ്ടിട്ട് എന്തോന്നാണ്? കണ്ടിട്ട് തിന്നാൻ തോന്നണ്ടാ? പിന്നെ ഫുഡ് കാണുമ്പോ എല്ലാവരും അങ്ങനെയാണല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ പാവം. ഞാൻ കഴിച്ചില്ല. ഇപ്പൊ കഴിച്ചില്ല, അനു കഴിച്ചു. അപ്പൊ കഴിച്ചു പുട്ട് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് വാപ്പി വന്നിട്ട് റിയാക്ഷൻ വീഡിയോ എടുക്കാം. പാപ്പിലെ പപ്പടം ഇല്ലാണ്ട് പറ്റില്ല. 1-2 പപ്പടം കുമ്പി പൊരിച്ചു കൊടുത്ത് കൊണ്ടുതന്നെ. വാപ്പിക്ക് അങ്ങനെ ബിരിയാണിക്കായാലും പപ്പടം വേണം. ഉമ്മയോടെ ഉമ്മി ബാ ഇരുന്നോ. ഇവിടെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. കറണ്ട് ഇല്ല. 4 മണിയായി ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ. എങ്ങനെയുണ്ട് ഉമ്മി? വാപ്പി എങ്ങനെയുണ്ട്? ഓ, എങ്ങനെയുണ്ട് അപ്പു? അനുമോനെ? അനു പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും കൊള്ളാന്നേ പറയുള്ളൂ ഗൈസ്. അപ്പൊ നമ്മ എല്ലാരും ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ് അങ്ങനെ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് എല്ലാരും നല്ല ഉറക്കോർന്ന്. ഇപ്പഴാണ് എണീറ്റത്. ഇപ്പൊ ഒരു 6:30-7 മണിയൊക്കെ ആവാറായി. അപ്പൊ ഇപ്പോഴാണ് എണീറ്റത്. ഞാൻ എണീറ്റപ്പോ തന്നെ റുവാപ്പി എണീറ്റ്. റുവാപ്പിയുടെ ഫുഡൊക്കെ റെഡിയാക്കി ചായ വെച്ച്. നമുക്ക് ചായ കുടിക്കാലോ.
ഉറക്കം എങ്ങനെ ഉണ്ടായി? നമ്മ വല്ലപ്പോഴൊക്കെ ഷോപ്പ് തുറക്കാണ്ടിരിക്കോളൂ. തുറക്കാണ്ടിരിക്കണ ദിവസം നല്ലോണം റെസ്റ്റ് എടുക്കും. റുവാപ്പി കൈകൊട്ടിക്ക്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മ വിചാരിച്ചു എന്തായാലും ഷോപ്പ് തുറന്നിട്ടില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് റുവാപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഉമ്മി ടേപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. നമ്മ ഇന്ന് ശരിക്കും ചുള്ളിക്കലോട്ട് പോകണ്ടായിരുന്നു. പിന്നെ അപ്പോക്ക് ഷോപ്പിന്റെ കാര്യത്തില് കുറച്ച് ആൾക്കാരെ കാണാനുണ്ടായി, കുറച്ച് സ്ഥലത്തൊക്കെ പോവാനുണ്ടായി. അപ്പൊ എന്തായാലും നാളെ റിട്ടേൺ എന്തായാലും ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നം. അപ്പൊ ഇന്നെന്തായാലും ഇവിടെ നിന്നിട്ട് ഷോപ്പ് നാളെ ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. ഇപ്പൊ എന്തായാലും ഞാൻ റെഡി ആയി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാല്ലേ. ഇപ്പൊ ഒരു 8-8:30 ആയി. അപ്പൊ നമ്മ പുറത്തിറങ്ങിയിട്ട് കാണാം. 8 മണിക്ക് ഞാൻ റെഡിയായി നിന്നിട്ട് 9:30 മണിയായിട്ടാ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ റുവ ബേബിനെ എടുത്ത്. ലാസ്റ്റ് നമ്മ നല്ല ലേറ്റ് ആയാല് റുവാപ്പി ഇടങ്ങിയറാവല. പുറത്തിറങ്ങിയിട്ട് വേറെ എവിടെയും പോകാനില്ലാണ്ട് ലാസ്റ്റ് നമ്മ എന്നെ സ്വന്തം പുണ്യാളെ ഫിലിം കാണാൻ വേണ്ടിട്ട് സെൻട്രൽ സ്ക്വയർ സിനിപോളിസിൽ കയറി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി എത്തിയപ്പോൾ. നമ്മ അങ്ങനെ ഫിലിമൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് നമ്മ എറണാകുളം ഹൈക്കോർട്ടിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. പക്ഷെ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത്. അപ്പൊ നമ്മുടെ മെയിൻ ഫുഡ് സ്പോട്ട് ചാക്യാത്തിലോട്ട് പോണേണ്. നമ്മുടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്ത്. ഇവിടെ നിങ്ങളുടെ ലവ് സ്റ്റോറിയെ ബന്ധപ്പെട്ട് ചാക്യാത്താണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെയൊന്നുമില്ല കേസ്. പക്ഷെ ഇവിടെയും കൂടുതൽ വൈബ് അവിടെയാണ് അല്ലേ? ആൾക്കാരും അനു പറഞ്ഞല്ലേ ഇവിടെ മറ്റേ ബോംബ് കൊണ്ടിട്ടു നല്ല വൈബാന്ന്. ബോംബ് പോണ്ട, ബോംബ് പോണ്ടെന്ന് പറഞ്ഞാൽ അനുവിന്റെ ഫേവറേറ്റ് ആണ്. കാര്യം അനുവിനെ പോലെ തന്നെ ബോംബായിട്ടുള്ള നമ്മ ഒരു ഫ്രൈഡ് മോമോസും അപ്പുറത്ത് സാൻഡ്വിച്ച് പറഞ്ഞില്ലേ? എന്ത് സാൻഡ്വിച്ച്? അതിന്റെ ഇടക്ക് ഫിലിം ആക്ടർ ജോജോ ജോർജ് സ്പോട്ടഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ജോജോ ജോർജ്. കാരണം ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പണി ഫിലിമിലെ ഡേവിഡ് ഒക്കെ ഉണ്ടായി. അവരായിട്ട് കുറച്ച് പിക്കൊക്കെ എടുത്ത് നമ്മ നേരെ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് ഫുൾ ആക്കാൻ പറ്റില്ല, വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മ വീട്ടിലെത്തിയപ്പോ ഓൾറെഡി 3 മണിയായി. പിന്നെ എല്ലാരും ടയേർഡാണ്, എല്ലാരും കയറി കിടന്ന്. ഇപ്പൊ ഇന്ന് ഞാൻ പിറ്റേ ദിവസം ഷോപ്പിലാണ്. ഞാൻ കുറച്ചേരായിട്ടുള്ള വന്നിട്ട് ഇപ്പൊ 4 മണിയൊക്കെ ആയി. അപ്പോഴാണ് രാവിലെ ഒന്ന് ഷോപ്പ് തുറന്നത്. കാരണം എനിക്ക് വയ്യായിരുന്നു, പനിക്കണ പോലത്തെയൊക്കെ ഫീൽ ആവുന്നു. തലവേദന, തൊണ്ടവേദന, ജലദോഷമൊക്കെ ആയിരുന്നു. ഒരു പനി വന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇന്നലത്തെ ഡേ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു. അതിൽ കുറെ ഷോർട്സ് ഒക്കെ എനിക്ക് മിസ്സായിട്ട് കുറെ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെന്താണ് ഫിലിമിനെ പറ്റി പറയാനും അധികം എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്ത് പോകണ്ട. കാരണം നമുക്കത് ഇഷ്ടമായില്ല. സ്റ്റോറി ആയാലും കുഴപ്പമില്ല എന്നാലും. കാരണം ഓരോരുത്തരും ഓരോ ഇതൊക്കെ എടുക്കണേന് ഓരോരോ സ്ട്രഗിൾസ് ഉണ്ടല്ലോ. പിന്നെ ചാക്യാത്ത് പോയപ്പോ ഒരു ആക്ടറിനെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഒട്ടും ചാടയൊന്നും ഉണ്ടായില്ല കേട്ടോ. നമുക്ക് കുറച്ച് പിക്കും വീഡിയോസ് ഒക്കെ എടുത്ത് അത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരണം. അപ്പൊ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വന്നവർ സ്റ്റേ ട്യൂൺഡ്. ബൈ.